അങ്ങ് ദൂരേന്ന് ഒരു കിടിലൻ മഴക്കാർ വന്നൊരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അത് എല്ലാവരും കിടന്ന് നല്ല ഉറക്കത്തിലാണ്. രാജേഷ് ഏട്ടൻ മാത്രം ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഓരോരുത്തരോട് ഉറക്ക ശൈലികൾ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്രാങ്കും എല്ലാവരും കിടന്ന് ഉറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങണം എങ്ങനെയാണെന്നുള്ള അറിയണ്ടത്. വീൽ ഹൗസിൻ്റെ ഉള്ളിൽ അടിയിലും മുകളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങണേട്ടാ. കണ്ടോ, ഇതുപോലെയാണ് ഞങ്ങൾ മഴ വരുമ്പോഴും അതുപോലെ രാത്രിയൊക്കെ വീൽ ഹൗസിൻ്റെ ഉള്ളിൽ കയറി ഉറങ്ങണം. അപ്പോൾ നമ്മുടെ ജോമോൻ ചേട്ടനാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കണത്. പണി കുറവായതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് മീൻ കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വല പിടിക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതേ മഴക്കാരങ്ങ് ദൂരേന്ന് തന്നെയുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബോട്ടിൻ്റെ മുന്നിലിരിക്കാനായിട്ടുണ്ടല്ലോ നല്ല അടിപൊളി വൈബാണ്. കാരണം നല്ല തണുത്ത കാറ്റും ഈ ഒരു കാഴ്ചയെ കാണാനായിട്ട് സൂപ്പറാണ്. മീൻ അന്വേഷിച്ചുള്ള യാത്ര ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചൂണ്ടപ്പണിക്കൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി നടക്കണം ഗുജറാത്ത് ബോംബെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരെയും പോയി നമ്മൾ പണിയെടുക്കാറുണ്ട്. അതെ, നല്ല ഇടിച്ചൂത്തിയുള്ള മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബോട്ടിൻ്റെ സിഗ്നൽ ലൈറ്റൊക്കെ ഓണാക്കാം. കാരണം മഴ പെയ്യാൻ നേരത്ത് ഫുള്ള് ഫോഗായിരിക്കുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ ബോട്ടുകൾക്ക് അല്ലെങ്കിൽ കപ്പലുകൾക്ക് ഇങ്ങനെ ഒരു ബോട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇടണം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറകിലുള്ള പച്ചയും ചുമപ്പയും ലൈറ്റില്ലേ, അതെന്തിനാണ്? ദിശ അറിയാനായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കടലിൽ ബോട്ടുമേയും മുകളിൽ സിഗ്നൽ ലൈറ്റ്സ് ഉണ്ട്, പച്ചയും ചുമപ്പും. അപ്പോൾ ആ ഒരു സിഗ്നൽ ലൈറ്റ്സ് വെച്ചാണ് നമ്മൾ ബോട്ട് എങ്ങോട്ടാണ് ഓടിപ്പോണതും അതിൻ്റെ ആ ഒരു ദിശയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേട്ടാ. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി വാളയുണ്ട, പാമ്പാട, തളയൻ. നമ്മുടെ ഇവിടെ പാമ്പാടാന്നും അതുപോലെ തളയൻ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ വലയിട്ട് റോപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കണ്ടോ, അതെ, നമ്മുടെ വയർ റോപ്പ് കയറി ഒരു കാഴ്ചയാണ്. അപ്പോൾ കിച്ചണിൽ ആൻറ്റിച്ചേട്ടനായിരുന്നു. ആൻറ്റിച്ചേട്ടൻ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മീനും കൂടി ഇട്ട് മൂടി വെച്ച് തീ ഉറച്ചിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വെന്തോളും. ബാക്കി വല പിടിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇടക്കിടക്ക് വന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എന്താണ് ബോർഡ് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അതെ, ഈ കയറി തന്നെ സാധനമാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത്. ഏകദേശം 150-200 കിലോളം വെയിറ്റ് ഉണ്ടാകും. പല ടൈപ്പ് ഉണ്ട് കേട്ടോ ബോർഡ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലനത്താത്താനും അതുപോലെ ഇത് കടലിൽ തറയിൽ ഇങ്ങനെ തട്ടി വരുമ്പോൾ മീനുകൾ ഇടിച്ചിങ്ങനെ ഉള്ളിലേക്ക് കയറാനൊക്കെ ഈ ബോർഡ് സഹായിക്കട്ടെ. ഇതിൻ്റെ ആ ഒരു അടിഭാഗത്ത് പെയിൻറ്റ് പോയങ്ങനുണ്ട്. അത് ഈ മണ്ണിലിങ്ങനെ ഉരഞ്ഞുരഞ്ഞ് വന്നിട്ടാണ് ആ ഒരു പെയിൻ്റ് അവിടെ വ്യത്യാസം വന്നേക്കുന്നത്. കണ്ട, ഇരു സൈഡിലേയും ബോർഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലൗസ് എന്ന് പറഞ്ഞാൽ ആ റോപ്പ് കെട്ടുന്ന സംഭവമാണ് ഗ്യാലൗസ് എന്ന് പറയുന്നത്. ആ വലിയക്കാട്ട് ആ ബീം അതിൽ നമ്മുടെ ബോർഡ് കെട്ടി വെച്ചിട്ട് പിന്നെ ബോർഡിനകത്തുള്ള നമ്മുടെ ആ ഒരു സീ ഊരിയിട്ട് നമ്മുടെ സീ റോപ്പിനകത്ത് തന്നെ സീയിലേക്ക് കണക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊടുക്കും. അതിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ വീഞ്ചി സീ റോപ്പ് വലിച്ചേറ്റുമ്പോൾ നമ്മുടെ വല മാക്സിമം ഇങ്ങോട്ട് അടുക്കും. വല എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല നമുക്ക് വീഞ്ചിലെടുക്കാൻ പറ്റൂല. വല നമുക്ക് കയ്യിൽ തന്നെ പിടിച്ച് മാക്സിമം നമ്മുടെ ബോട്ടിനകത്തേക്ക് കോടൻ്റെ അടുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക്, ഇപ്പോൾ ഓവർലോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ലീങ് ഇട്ട് പയ്യെ ഇങ്ങനെ അടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ലോഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്ക് വലിച്ച് തന്നെ വല അടുപ്പിക്കണം കേട്ടോ ബോട്ടിൻ്റെ അടുത്തേക്ക്. സീറോപ്പ് മൊത്തം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വല പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോടൻ്റെ നമ്മൾ നേരെ കപ്പി കൊളുത്തി മുകളിലേക്ക് ബോട്ടിലേക്ക് കയറ്റോട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ടെക്നിക്ക്. എന്തോരം ബോട്ടാണ് നോക്കിയാൽ നമ്മുടെ ചുറ്റും കാണുന്ന. കണ്ട, കിളിമീനാണ്ടാ കൂടുതലും കിട്ടിയേക്കണത്.
കിളിമീനുണ്ട്, പിന്നെ ഉലുവാച്ചി ഉണ്ട്, പിന്നെ കണവ് ഉണ്ടാന്നറിയില്ല, കണവ് നോക്കണോട്ടാ. പിന്നെ കുറച്ച് 2-3 ഉണ്ണിമീൻ എന്തോ കിടക്കണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ആരൽ എന്ന് പറയോട്ടാ. അതായത് നമ്മുടെ ഈ കടിയൻ, പട്ടി കടിക്കണ പോലെ കടിക്കൻ, നല്ല പല്ലാണ് ഇതിന്റെ. കണ്ട, കാണിക്കണം നോക്കി. അങ്ങ് ദൂരേന്നേ ഒരു സംഭവം ഇങ്ങനെ ഒഴുകി വന്നായിട്ട് ഞാൻ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ച വല്ല മീനായിരിക്കുള്ളൂ എന്നാണ്, വലിയ മീൻ എന്തെങ്കിലും ചത്ത്. പക്ഷെ അതേ ഒരു എരുമക്കുട്ടിയാണ്ട, കഴുത്തിൽ കയറ കിടക്കണ്ട്, വീട്ടിൽ വളർത്തിരുന്നാന്ന് തോന്നുന്നു. കുറഞ്ഞ മീൻ കിട്ടുന്നതിന്റെ പേരിൽ നമ്മ എന്ത് ചെയ്ത് നേരെ അടുത്ത വല അങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഇവിടെ മീൻ തിരിയാനായിട്ട് ഇരുന്നിട്ടാ. കണ്ട, ഓരോ മീനുകളെയും ഓരോരോ ബോക്സിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കണത്. കണവയുടെ ഉള്ളിൽ നിന്ന് ഒരു കിളി മീൻ എടുത്തേണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് പോണ മീനാണ് നമ്മുടെ കണവ, അല്ലെങ്കിൽ കട്ടൽ ഫിഷ് എന്ന് പറയുന്നത്. ഒരു ബോക്സിന് 20,000 to 27,000 രൂപ വരെ വില വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വില നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കിനാവള്ളിയും എക്സ്പോർട്ടിങ്ങിനുള്ളത് ഈ കാണുന്ന സംഭവം. കണ്ട, മീനെല്ലാം തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്ടർ പമ്പിൽ കൂടെ തന്നെ കടലിലെ വെള്ളം തന്നെ ഉപ്പുവെള്ളം. ആ ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ സ്റ്റോർ ചെയ്യണം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് ചോറും അതുപോലെ തളയും കറിയും കൂട്ടിയാണ്ടാ കഴിക്കണത്. ഭക്ഷണം കഴിക്കാൻ പോകണം. കുറച്ചേരം മുമ്പ് നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പം നല്ല വെയിലായിട്ടാ. അപ്പം സൂര്യൻ്റെ തണലോക്കി ഞങ്ങൾ വീൽ ഹൗസിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു കിടലിന് എപ്പിസോഡായിട്ട് കാണാം. അതുവരെ ടാറ്റ.